ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശക്തമാക്കാനും 253 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റിനുള്ള തുകയും ഇതിൽ ഉൾപ്പെടുത്തി. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് MDMA വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂരിൽ പിടിയിൽ. പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ സുഹൈലാണ് പിടിയിലായത്. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൊലപാതക സംശയം ഉയർന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശക്തമാക്കാനും 253 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റിനുള്ള തുകയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ നടപടി. ഓണക്കാലം മുന്നിൽ കണ്ട് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി 253 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി 200 കോടി രൂപയും AIY വിഭാഗത്തിലെ മഞ്ഞക്കാട് ഉടമകൾക്കുള്ള ഓണക്കിറ്റിനായി 53 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ നടപടി. അനുവദിച്ച തുക ചെലവഴിച്ച ശേഷവും കൂടുതൽ ഫണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സർക്കാരിന്റെ വിപണി ഇടപെടൽ കൂടുതൽ ശക്തമാക്കാനും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാനുമായി മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മുൻ സർക്കാരുകളൊന്നും ഇത്രയും വലിയ തുക ഒറ്റത്തവണയായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടില്ലെന്നും മന്ത്രി അനൂപ് ജേക്കബ് അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് MDMA വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂരിൽ പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ സുഹൈലാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ നടത്തിയ പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ 32 വയസ്സുള്ള സുഹൈൽ പിടിയിലായത്. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് മാരക ലഹരിമരുന്നായ MDMA വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സുഹൈൽ 2016 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി പിടിയിലായ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദിന്റെ നേതൃത്വത്തിലും തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൽ സലാമിന്റെ മേൽനോട്ടത്തിലും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ് CR, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI അതുൽ മേനോൻ, SI അറാഫത്ത് എന്നിവരും ഡാൻസ് ഓഫ് പോലീസ് സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ണികളെക്കുറിച്ചും അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് MDMA വിതരണം നടത്തിയിരുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി മുടവൻകാട്ടിൽ അൻഷാദാണ് മതിലകം പോലീസിന്റെ പിടിയിലായത്. അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി മുടവൻകാട്ടിൽ അൻഷാദാണ് മതിലകം പോലീസിന്റെ പിടിയിലായത്. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് മാരക ലഹരിമരുന്നായ MDMA വിതരണം നടത്തിയിരുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 11 മതിലകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കരൂപ്പടന്ന സ്വദേശി ഇൻസമാമുൾ ഹഖ്, മതിലകം സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും മതിലകം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. NDPS നിയമത്തിനൊപ്പം ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയത് അൻഷാദാണെന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരിമരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ അൻഷാദിനെ അറസ്റ്റ് ചെയ്തത്. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ് CR, ASI ലിജു അയ്യർ, SCPO ബിജു CK, CPO സുർജിത് സാഗർ, മതിലകം SI നസിയ M സാഹിബ്, ASI പ്രജീഷ്, GICPO പ്രബിൻ, ഷെനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ വെക്കോട് ത്രിപുരസുന്ദരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെ ശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്ന് പണം കവർന്നത്. ഏകദേശം 7,000 രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹെൽമറ്റ് ധരിച്ച് ഒരാൾ ക്ഷേത്രമതിൽ ചാടിക്കടന്ന് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനെയാണ് ചൊവ്വാഴ്ച രാവിലെ പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ മരിച്ചു കണ്ടെത്തിയത്. സംഭവത്തിൽ കൊലപാതക സംശയം ഉയർന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനെയാണ് ചൊവ്വാഴ്ച രാവിലെ പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ മരിച്ചതായി കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്ത് കിടന്നിരുന്ന ഒരു കരിങ്കല്ലിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് സംഭവത്തിൽ കൊലപാതക സംശയം ശക്തമായത്. വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. പാലിയേക്കര പ്രദേശത്തെ വീടുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നയാളാണ് ചന്ദ്രനെന്ന് പോലീസ് അറിയിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഫോറൻസിക് പരിശോധനയുടെയും അടിസ്ഥാനത്തിലാകും മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുക. മീഡിയ ടൈം, പുതുക്കാട്. അന്നമനടപ്പുഴയിൽ അജ്ഞാതനായ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അന്നമനടപ്പുഴയിലാണ് ഇന്ന് അജ്ഞാതനായ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ മൃതദേഹം ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മാള പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന്റെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനും മരണകാരണം കണ്ടെത്തുന്നതിനുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് അധികൃതർ അറിയിച്ചത്. മീഡിയ ടൈം, മാള. കൊരട്ടി സ്നേഹനഗറിലെ വീട്ടുതൊഴുത്തിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വനം വകുപ്പിന്റെ RRT സംഘം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത്. കൊരട്ടി സ്നേഹനഗറിൽ സുബ്രഹ്മണ്യൻ എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ കണ്ടതോടെ വീട്ടുകാർ ഉടൻ വനം വകുപ്പിനെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ അതിരപ്പള്ളി റാപ്പിഡ് റെസ്പോൺസ് ടീം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വിഷപ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത്. തുടർന്ന് പാമ്പിനെ സുരക്ഷിതമായ വനമേഖലയിൽ വിട്ടയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പാമ്പിനെ പിടികൂടിയ സംഘത്തിൽ VFO വികാസ് മോഹൻ, RRT അംഗങ്ങളായ വിൽസൺ പള്ളശ്ശേരി, PB സുധീർ എന്നിവർ പങ്കെടുത്തു. പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്നും വന്യജീവികളെയോ പാമ്പുകളെയോ കണ്ടാൽ സ്വയം പിടികൂടാൻ ശ്രമിക്കാതെ ഉടൻ വനം വകുപ്പിന് വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊരട്ടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പുല്ലുറ്റ് ചാപ്പാറ സ്വദേശി വെറ്റിലക്കാരൻ പറമ്പിൽ വീട്ടിൽ വിനീതിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സൗമ്യ, അതുൽ മോഹൻ, എറഫത്ത്, ASI ബെനീഷ്, GSPO ഷമീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മാള ഗ്രാമപഞ്ചായത്ത്, കോയമ്പത്തൂർ ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TK ജിനേഷ് അധ്യക്ഷത വഹിച്ചു. MK ബാബു, AG ഗീത, കവിത സുഭാഷ്, ജിഷ ജോഷി, TP ബാലകൃഷ്ണൻ, സിമി ഭൂപേഷ്, നിത്യ ജോഷി, ജയശ്രീ കാഞ്ഞൂത്തറ, ജയശ്രീ സുധീഷ്, VV ജയരാജ്, PR ജനീഷ് എന്നിവർ സംസാരിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെയും കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെയും ആഭിമുഖ്യത്തിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവബോധ ക്ലാസുകളും കൗൺസിലിംഗ് ക്യാമ്പും ആരംഭിച്ചു. വാർഡ് മെമ്പർ രേഖ പ്രജോത് ഉദ്ഘാടനം നിർവഹിച്ചു. പല വീടുകളിലും
പാരൻസായിട്ടും കുട്ടികളായിട്ടൊക്കെ ചേരായി അങ്ങനെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും കുട്ടികൾ തുറന്ന് പറയില്ല, പേടിച്ചിട്ടെന്നല്ല, അവർ നമ്മുടെ എന്താ പറയുക നാട്ടിലെ സ്റ്റാറ്റസ് പോവും എന്നുള്ള ഒരു പാരൻസിൻ്റെ പ്രശ്നങ്ങളായാലും പുറത്ത് കുട്ടികൾ പറയാത്ത ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ അങ്ങനെ വരുന്ന വീടുകളിൽ വരുന്ന മക്കളൊക്കെ ഉണ്ടായിരിക്കും. ആർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാലും നമുക്ക് അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ഇവരുടെ ചേച്ചിമാരുടെ അടുത്ത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് പറയാം. നല്ല കാര്യമാണ് ടീച്ചർ ചെയ്യുന്നത്. സ്നേഹിത സർവീസ് പ്രൊവൈഡർ നീന മരിയ ക്ലാസുകൾ നയിച്ചു. അതുപോലെ തന്നെ സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം വരെ സൗജന്യമായിട്ടുള്ള താമസം നമ്മൾ നൽകുന്നുണ്ട്. അതിനുശേഷം അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചായിട്ട് നമ്മൾ അവരെ നിയമസഹായമാണെന്നുണ്ടെങ്കിൽ നിയമസഹായം, മറ്റൊരു ഷെൽട്ടറിലേക്കാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്നേഹിതയുടെ ഒരു ഭാഗമാണ് നമ്മുടെ സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ കോളേജുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ പല. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ജയലക്ഷ്മി US സംസാരിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ സരിക KS, കൃഷ്ണ C ഗിരിജൻ, ലക്ഷ്മി പ്രസാദ് എന്നിവർ തുടർന്നുള്ള ദിവസങ്ങളിൽ കൗൺസിലിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശക്തമാക്കാനും 253 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റിനുള്ള തുകയും ഇതിൽ ഉൾപ്പെടുത്തി. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് MDMA വിൽപ്പന നടത്തിയിരുന്നയാൾ കൊടുങ്ങല്ലൂരിൽ പിടിയിൽ. പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി കുരിയപ്പള്ളി വീട്ടിൽ സുഹൈലാണ് പിടിയിലായത്. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തറവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൊലപാതക സംശയം ഉയർന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.